ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ നമുക്ക് ഇന്ന് LPUP സൈക്കോളജി എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? പലരും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? അതായത് LPUP സൈക്കോളജി ഓൾ ഓവർ നോക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ തോന്നും. അപ്പോൾ നമുക്കത് എങ്ങനെ നമുക്ക് ക്ലാരിഫൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സൈക്കോളജി നമുക്ക് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട്, എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്ന് നമുക്ക് ഒന്നേന്നോട്ട് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ആപ്പ് ആദ്യം, അല്ലെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ഈ CCD ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അവിടെ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതുകൂടാതെ ഡെയിലി ഫ്രീ ക്വിസ്, കറന്റ് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, PDF, അതുകൂടാതെ റാങ്ക് പെർഫോമൻസ് അനാലിസിസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ LPUP മാത്രമല്ല, മറ്റ് ടീച്ചിങ് എക്സാംസിനായാൽ കൂടിയും അല്ലെങ്കിൽ PSC എക്സാംസിനൊക്കെ ആയാലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കോഴ്സ്, ഒരു ആപ്പാണ് നമുക്ക് CCD ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. നമുക്ക് കറന്റ് അഫയേഴ്സ് അടക്കം നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം സൈക്കോളജി. നമ്മൾ സൈക്കോളജി അല്ലെങ്കിൽ നമ്മൾ LPUP പഠിക്കണം എന്നുള്ള ഒരു തോട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് എടുത്ത് നോക്കുക അതിന്റെ സിലബസ് ആയിരിക്കും അല്ലെ. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എന്തായിരിക്കും അവിടെ ഉള്ളത് എന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവും. അപ്പൊ എസ്പെഷ്യലി നമ്മൾ സൈക്കോളജി നമുക്ക് നോക്കുമ്പോൾ അതിന്റെ സിലബസ് ഇതിങ്ങനെയാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ എസ്പെഷ്യലി നമ്മൾ സിലബസ് എടുത്ത് സൈക്കോളജി സിലബസ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളും, എങ്ങനെ പഠിക്കണം, അതെങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ സാധിക്കും, അതിനൊരു ഓർഡർ കൊടുത്ത് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ പല കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു പോർഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് ഫസ്റ്റ് കിടക്കുന്ന പഠനത്തെ കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്നുള്ളതാണ് ആദ്യം കിടക്കുന്നത് അല്ലെ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കിവിടെ മെയിൻ ആയിട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി, അതായത് മനഃശാസ്ത്ര ചിന്താധാര, ചിന്താധാര ഒന്ന് ഓർത്തു വെക്കണം. അതായത് സ്കൂൾ ഓഫ് സൈക്കോളജി അല്ലെ, സ്കൂൾ ഓഫ് സൈക്കോളജി ഇതിൽ നോക്കുകയാണെങ്കിൽ വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, വിവിധ സമീപനങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നിയമങ്ങൾ എന്തൊക്കെയാണ്, സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എസ്പെഷ്യലി ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വ്യവഹാരവാദം അല്ലെ, വ്യവഹാരവാദം ഓർ നമ്മൾ ഇംഗ്ലീഷിൽ ബിഹേവിയറിസം എന്ന് പറയും അല്ലെ, ബിഹേവിയറിസം. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ചേഷ്ടാവാദം, മറ്റൊരു പേര് ചേഷ്ടാവാദം. ഇതിന്റെ ഉപജ്ഞാതാവ് ആരാ? JB വാട്സൺ അല്ലെ, JB വാട്സൺ. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ ഇവരുമായിട്ട് റിലേറ്റ്? JB വാട്സൺ, പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ അല്ലെ. പാവ്ലോവിന്റെ തിയറിയുടെ പേരെന്താണ്? പാവ്ലോവ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെ, പൗരാണിക അനുബന്ധനം. ദെൻ നെക്സ്റ്റ് തോണ്ടേക്കിന്റെ ഏതാണ്? ബോണ്ട് തിയറി അല്ലെ, ബന്ധസിദ്ധാന്തം അല്ലെങ്കിൽ ശ്രമപരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ ലേണിംഗ് അല്ലെ, ശ്രമപരാജയം. ഇനി നമ്മുടെ സ്കിന്നറിന്റെ നമുക്കറിയാം ഒപ്പാറാൻഡ് കണ്ടീഷനിങ് അല്ലെ. ഇത് ഓരോന്നും എന്താണ് സിദ്ധാന്തങ്ങൾ, എന്തിലാണ് പാവ്ലോവ് എന്തിലാണ് പരീക്ഷണം നടത്തിയത്, തോണ്ടേക്ക് എന്തിലാണ് പരീക്ഷണം നടത്തിയത്, ഇതുമായി റിലേറ്റ് ചെയ്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ആണ്, ചോദക പ്രതികരണമാണ്. ഇതൊക്കെ ഒന്ന് അവിടെ പഠിച്ചു വെച്ചോളണം അല്ലെ. ഇങ്ങനെയുള്ള നമുക്ക് മനഃശാസ്ത്ര ചിന്താധാരകളാണ് നമ്മൾ അവിടെ ആദ്യം പഠിക്കുന്നത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് എടുത്തു പറഞ്ഞത് വ്യവഹാരവാദം. ഇനി അതുകൂടാതെ സമഗ്രതാവാദം ഉണ്ട് അല്ലെ, അല്ലാതെ സമഗ്രതാവാദം ഓർ ഗസ്റ്റാൾട്ട് അല്ലെ, ഗസ്റ്റാൾട്ട്. ഇവിടെ കൊഫ്ക, കൊഹ്ലർ, വെർത്തീമർ അല്ലെ, കൊഫ്ക, കൊഹ്ലർ, വെർത്തീമർ ഇവരുടെ ഒരു പഠന സിദ്ധാന്തങ്ങൾ അല്ലെ. അതായത് നമുക്ക് മെയിൻ ആയിട്ട് സമഗ്രതാവാദത്തിൽ വരുന്നത് ക്ഷേത്ര സിദ്ധാന്തം പഠിക്കാനുണ്ട് അല്ലെ, ക്ഷേത്ര സിദ്ധാന്തം. പിന്നെ അതുകൂടാതെ ഗസ്റ്റാൾട്ട് ലോസുകൾ പഠിക്കാനുണ്ട്. അതുകൂടാതെ നമുക്ക് ഉൾക്കാഴ്ച അല്ലെ, ഉൾക്കാഴ്ച സിദ്ധാന്തം, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, ഉൾക്കാഴ്ച സിദ്ധാന്തം. ഇതൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇനി അതുകൂടാതെ നമുക്ക് ചേഷ്ടാവാദവും അല്ലെങ്കിൽ ബിഹേവിയറിസവും ഗസ്റ്റാൾട്ട് സൈക്കോളജി മാത്രമല്ല അവിടെ വരുന്നത്, സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, അങ്ങനെ കുറേ ഹ്യൂമനിസം, സൈക്കോ അനാലിസിസ്, മാനസിക അപഗ്രഥനം, ഇതൊക്കെ നമ്മൾ അവിടെ പഠിക്കണം. അതിന്റെ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാര് അല്ലെ, ഘടനാവാദം മുതൽ നമുക്ക് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം വരെയുള്ള മനഃശാസ്ത്രജ്ഞന്മാരുടെ പ്രത്യേകതകളും രണ്ടാമത് അവിടെ പഠിക്കണം. ഈ സിദ്ധാന്തങ്ങൾ, നിയമങ്ങൾ, സമീപനങ്ങൾ പഠിക്കണം. ഇനി മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും. അപ്പോൾ ദെൻ നെക്സ്റ്റ് രണ്ടാമത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സൈക്കോളജിയുടെ എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരെയും പഠിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, JB വാട്സൺ, പിയാഷെ, ബ്രൂണർ, അങ്ങനെ ഒട്ടനവധി നമുക്ക് മനഃശാസ്ത്രജ്ഞന്മാരും അവരുടെ ആശയങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്, അത് പഠിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്ന ഫിലോസഫിയാണ് അല്ലെ, ഫിലോസഫിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ പഠിച്ച് തുടങ്ങുന്ന സമയത്താണ് ഇവിടെ സൈക്കോളജി ഒന്ന് കട്ടായി അല്ലെ. കട്ടായി കഴിഞ്ഞ് നേരെ എങ്ങോട്ടേക്കാ പോകുന്ന റൂട്ട് തിരിച്ചു ഫിലോസഫിയിലേക്കാ പോകുന്നത് അല്ലെ. ഫിലോസഫിയിലേക്ക് വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും, ഫിലോസഫിയിലേക്ക് പോകുന്ന വിദ്യാഭ്യാസ ചിന്തകർ ദശ. ഇവിടെ ഐഡിയലിസ്റ്റ്
അപ്പൊ ഇവിടെ നമ്മൾ ഏത് വിദ്യാഭ്യാസ ചിന്തകരൊക്കെ പഠിക്കണേ? നമുക്ക് ഇന്ത്യൻ വിദ്യാഭ്യാസ ചിന്തകരായിട്ട് വരുമ്പോൾ ഗാന്ധിജി, അതുകൂടാതെ ടാഗോർ, അരവിന്ദ ഘോഷ്, അങ്ങനെ കുറെ ആൾക്കാരെ പഠിക്കുമ്പോൾ നമുക്ക് പാശ്ചാത്യരായിട്ടുള്ള ചിന്തകരുണ്ട് അല്ലെ. റൂസോ, ജോൺ ഡുയി, ജോൺ ലോക്ക്, അങ്ങനെ അടങ്ങുന്ന കുറെ ചിന്തകര്. പിന്നെ അതുകൂടാതെ നമുക്ക് ദർശനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാഗ്മാറ്റിസം, ഐഡിയലിസം, അങ്ങനെ കുറെ ദർശനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? ഇപ്പൊ നമ്മൾ സൈക്കോളജി ഇങ്ങനെ പഠിച്ച് രസത്തിൽ പഠിച്ചു വരുമ്പോഴാണ് ഇവിടെ ഒരു ചെറിയൊരു കർവ്, ഒരു റൂട്ട് തിരിഞ്ഞു പോകുന്നത് അല്ലെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വച്ചിട്ട് അങ്ങോട്ട് നിർത്താം. ഇത് പിന്നെ പഠിച്ചാൽ മതി, ഫിലോസഫി പഠിക്കുമ്പോൾ പഠിച്ചാൽ മതി. ഈ വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും എന്നുള്ളത് പിന്നീട് പഠിച്ചാലും മതി. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കണ്ടിന്യൂഷൻ അങ്ങോട്ട് പോകും. സൈക്കോളജി പഠിക്കുമ്പോൾ ഒരു കറക്റ്റ് ഒരു ഓർഡർ കൊടുത്ത് കണ്ടിന്യൂഷനിൽ പോകുക. ഓക്കെ, അപ്പൊ ഇവിടെ പഠിച്ചു നിർത്തിയിട്ട് ദെൻ എന്ത് ചെയ്യണം? മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ അല്ലെ, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ ദെൻ പഠിക്കാം. അപ്പൊ അവിടെ ബുദ്ധിയുമായിട്ട് ഒരുപാട് മനഃശാസ്ത്ര പരീക്ഷണങ്ങളുണ്ട് അല്ലെ. ബുദ്ധിയുമായിട്ട് റിലേറ്റ് ചെയ്ത പരീക്ഷണങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പഠിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബുദ്ധി ഇന്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസുകൾ അവിടെ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. അതായത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഹൊവാർഡ് ഗാർണറുടെ തിയറി, അതുകൂടാതെ ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക ബുദ്ധി, ഇങ്ങനെ ബുദ്ധിയുമായിട്ട് റിലേറ്റ് IQ കാണാനുള്ള ഇക്വേഷൻസ്, അതടക്കം നമ്മളവിടെ പഠിക്കുന്ന ബുദ്ധിമാപനം അടക്കം ഇവിടെ പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വ്യക്തിത്വം അല്ലെ, പേഴ്സണാലിറ്റി നിങ്ങൾ എന്ത് പഠിക്കണം? പേഴ്സണാലിറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി അടക്കം ട്രൈറ്റ് അപ്രോച്ച്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ വ്യക്തിത്വമായിട്ട് റിലേറ്റ് ചെയ്ത് വ്യക്തിത്വ മാപനം എല്ലാം അവിടെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ഏരിയ ആണ് വികാസ തലങ്ങൾ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ. വികാസ തലങ്ങൾ, കുട്ടികളുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഏരിയ. വികാസ തലങ്ങൾ, വികാസ തത്വങ്ങൾ. അപ്പൊ ഗ്രോത്തിന്റെ പ്രത്യേകത എന്താണ്, ഡെവലപ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഇനി നെക്സ്റ്റ് വികാസവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് തിയറീസുകൾ, വികാസ തത്വങ്ങൾ ഏതെല്ലാം എന്ന് പഠിക്കണം അല്ലെ. വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം, സാൻമാർഗിക വികാസം, ഇതെല്ലാം അവിടെ പഠിക്കണം. അപ്പൊ ഇതിന് നിങ്ങളൊരു കോർഡിനേഷൻ കൊടുക്കുക. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഏരിയക്ക് ഒരു കോർഡിനേഷൻ, അതായത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ഒരു ഓർഡറിലൊന്ന് അറേഞ്ച് ചെയ്യാം. അതായത് ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ക്യാരക്ടേഴ്സ്, ഗ്രോത്തിന്റെ ക്യാരക്ടർ എന്താണ്, ഡെവലപ്മെന്റിന്റെ ക്യാരക്ടർ എന്താണെന്ന് പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് മെയിനായിട്ട് ഡെവലപ്മെന്റൽ തിയറീസുകളാണ്. അതായത് വികാസ തത്വങ്ങൾ അല്ലെ, തിയറീസുകൾ, വികാസവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തിയറീസുകൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. അപ്പൊ അത് തിയറീസ് എന്ന് പറഞ്ഞാൽ വൈജ്ഞാനിക വികാസം, അതായത് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ നമുക്ക് പഠിക്കേണ്ടത് രണ്ട് പേര് തിയറീസ് ആണ്. ഒന്ന് പിയാഷെയും അതുകൂടാതെ ബ്രൂണറും. ഓക്കെ, ബ്രൂണറും. ഇനി ദെൻ നെക്സ്റ്റ് സാമൂഹിക വികാസം, സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെ. സോഷ്യൽ ഡെവലപ്മെന്റില് എറിക്സൺ അല്ലെ, എറിക്സന്റെ തിയറി പഠിക്കണം. ദെൻ നെക്സ്റ്റ് സാൻമാർഗിക വികാസത്തില് കോൾബർഗിന്റെ തിയറിയും പിന്നെ ഇവിടെ പിയാഷയുടെ തിയറി ഉണ്ട് കേട്ടോ. പിയാഷയും വരുന്നുണ്ട് സാൻമാർഗിക വികാസം. ഇനി ഇത് മാത്രമല്ല, ഇവിടെ വൈകാരിക വികസനമുണ്ട്, ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെ. വൈകാരിക വികസനം, ഇമോഷണൽ ഡെവലപ്മെന്റിൽ നമ്മൾ കാതറിൻ ബ്രിഡ്ജസിന്റെ തിയറി ഇവിടെ പഠിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ്, നമുക്ക് ഇവിടെ തീർന്നിട്ടില്ല അല്ലെ, ഇവിടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഭാഷാ വികസനം എന്ന് പറയുമ്പോൾ ആരുടെ തിയറിയാണ് പഠിക്കേണ്ടത്? അവിടെ ഒത്തിരി പേര് തിയറി ഉണ്ട്. എസ്പെഷ്യലി എടുത്തു പറയുന്നത് നോം ചോംസ്കി, അതുകൂടാതെ പിയാഷയുടെ വരുന്നുണ്ട്, വൈഗോട്സ്കിയുടെ വരുന്നുണ്ട്, സ്കിന്നർ. ഈ സ്കിന്നറുടെ തിയറി ഒരു തവണ ചോദിച്ചാണ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒരു തവണ ചോദിച്ചാണ് കേട്ടോ. ഇത്രയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ ഓർത്ത് വയ്ക്കുക. അപ്പൊ വികാസ തത്വങ്ങൾ അല്ലെങ്കിൽ വികാസ ഡെവലപ്മെന്റ് തിയറീസിൽ ഏതൊക്കെ പഠിക്കേണ്ടത്? ഒന്ന് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പിയാഷെ, ബ്രൂണർ. ദെൻ നെക്സ്റ്റ് സോഷ്യൽ ഡെവലപ്മെന്റിൽ എറിക്സന്റെ തിയറി. ദെൻ നെക്സ്റ്റ് മോറൽ ഡെവലപ്മെന്റിൽ പിയാഷയുടെ പഠിക്കണം, കോൾബർഗിന്റെ പഠിക്കണം. എസ്പെഷ്യലി ഏറ്റവും ഇമ്പോർട്ടന്റ് കോൾബർഗിന്റെ തിയറിയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് വൈകാരിക വികസനത്തിലെ കാതറിൻ ബ്രിഡ്ജസിന്റെ തിയറി. ഇനി ദെൻ നെക്സ്റ്റ് നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഇതിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ, അതിന്റെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പാരമ്പര്യവും പര്യാവരണം എന്ന് പറയുന്നത്, ഹെറിഡിറ്ററി ആൻഡ് എൻവിറോൺമെന്റ്. ഇവിടെ ഒരു വികാസത്തെയും അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ എങ്ങനെ പാരമ്പര്യവും പര്യാവരണവും സ്വാധീനിക്കുന്നു എന്നാണ് അവിടെ എടുത്ത് പറയേണ്ടത്. ഓക്കെ, അതാണ് അവിടെ പഠിക്കേണ്ടത്. അത് ചെറിയൊരു ടോപ്പിക്കാണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് അവിടെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിക്ഷമത പരീക്ഷകൾ അല്ലെ. ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിക്ഷമത പരീക്ഷ. ദെൻ നെക്സ്റ്റ് അഭിപ്രേരണ എന്ന് പറയുന്ന ഏരിയ. ദെൻ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആടുന്ന സമായോജന ക്രിയാതന്ത്രം, അഡ്ജസ്റ്റ്മെന്റ്
മെക്കാനിസം എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പഠിക്കണം? ഇവിടെ മെയിനായിട്ട് ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഉണ്ട് അല്ലെ. അതായത് ഇപ്പോൾ ധമനം, അതുകൂടാതെ യുക്തീകരണം, ഇതൊക്കെ ധമനം, അതുകൂടാതെ റാഷണലൈസേഷൻ, യുക്തീകരണം, ഇതൊക്കെ ഇവിടെ വരുന്നതാണ് കേട്ടോ. പ്രൊജക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കും. കഴിഞ്ഞത് ആപ്ലിക്കേഷൻ ലെവലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും. അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ പഠന ഉപകരണങ്ങൾ, തന്ത്രങ്ങൾ, പഠന രീതികൾ, ഉപകരണങ്ങൾ, തന്ത്രങ്ങൾ. ഇവിടെ ഇതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇവിടെ പഠിക്കേണ്ട കാര്യം എന്താണ്? അതായത് ഇപ്പോൾ സഞ്ചിത രേഖ, ഉപാഖ്യാന രേഖയൊക്കെ ഉണ്ട് അല്ലെ. സഞ്ചിത രേഖ, ഉപാഖ്യാന രേഖ, അതുകൂടാതെ അഭിമുഖം, അതുകൂടാതെ സോഷ്യോമെട്രി അല്ലെ, സോഷ്യോമെട്രി, ആക്ഷൻ റിസർച്ച്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. റേറ്റിംഗ് സ്കെയിൽ, ചെക്ക് ലിസ്റ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. പിന്നെ അതുകൂടാതെ അഭിമുഖം, അതുകൂടാതെ സർവേ, ഇതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. സർവേ, പിന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്ക്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും പഠനോപകരണങ്ങളും തന്ത്രങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അവിടെ പഠിച്ചു പോകേണ്ടതുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിച്ചു കണ്ടേക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് വരുന്ന ഒരു പാഠ്യപദ്ധതി ചട്ടക്കൂട് അല്ലെ. പാഠ്യപദ്ധതി ചട്ടക്കൂട് നമ്മളിവിടെ NCF, KCF അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൂടാതെ ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ എങ്ങനെയാണ്, കുറച്ച് ഫിലോസഫിക്കലായി, കുറച്ച് പെഡഗോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പഠിക്കുന്നത്. പിന്നെ പഠനതന്ത്രങ്ങൾ, അതുകൂടാതെ വിവരവിനിമയ സാങ്കേതിക സാധ്യതകൾ. ഇവിടെ നമുക്ക് സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഉപയോഗിക്കേണ്ട കുറേ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ അവിടെ ഓർത്ത് വെക്കണം. അപ്പോൾ ഇത് മെയിൻലി ഓർത്ത് വെക്കണം. DLED സിലബസിന്റെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് എന്താണ് ഈ സംഭവങ്ങളുടെ, അതായത് പഠനതന്ത്രങ്ങൾ, വിവരവിനിമയ സാങ്കേതിക വിദ്യയൊക്കെ പഠിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പഠന വൈകല്യം എന്ന് പറയുന്ന ഏരിയ. പഠന വൈകല്യത്തിൽ ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ, ഡിസ്നോമിയ, ഡിസ്ഫേഴ്സിയ, അങ്ങനെ കുറേ കാര്യങ്ങളോടെ പഠിക്കാറുണ്ട് പഠന വൈകല്യം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം. അപ്പൊ ഇവിടെ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ റിലേറ്റ് ചെയ്താണ് പറയുന്നത് അല്ലെ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്താണ് അവിടെ പറയുന്നത്. അതായത് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം എന്ന് പറയുമ്പോൾ, അപ്പൊ ഇവിടെ എക്സെപ്ഷണൽ ചിൽഡ്രൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ എക്സെപ്ഷണൽ ചിൽഡ്രൻസിന്റെ അടക്കം ഇവിടെ പഠിക്കണം. പിന്നെ അതുകൂടാതെ IQ അനുസരിച്ചുള്ള കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്ര പെർസെൻറ്റേജ് ഉള്ളവരെ ഇത്ര കാറ്റഗറി, അതായത് ആവറേജ്, അതുകൂടാതെ ഗുഡ്, അങ്ങനെ കുറെ കാറ്റഗറൈസേഷൻ IQ ഇത്ര ഉള്ളവരെ. പിന്നെ അതുകൂടാതെ നമുക്ക് മോറോൺസ്, ഇംബസൽസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലതും തിരിക്കുന്നുണ്ട്. അത് പഠിക്കുക. പിന്നെ നെക്സ്റ്റ് നമുക്ക് പ്രത്യേക പരിഗണന അറിയിക്കുന്നവരുടെ ആ ഒരു വിഭാഗം, അല്ലെങ്കിൽ അറിയിക്കുന്നവരുടെ പഠനം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ പഠിക്കണം. എക്സെപ്ഷൻ ചിൽഡ്രൻസിനെ പറ്റിയും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആക്ടുകൾ, അതായത് PWD ആക്ട്, RCA ആക്ട്, RTA ആക്ട്, RPWD ആക്ട്, അങ്ങനെ കുറേ ആക്ടുകൾ കാര്യങ്ങൾ പഠിക്കണം. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ മെയിനായിട്ട് വരുന്ന PWD ആക്ടിൽ വരുന്ന ആദ്യത്തെ PWD ആക്ടിൽ എത്ര വൈകല്യങ്ങളാണ് വരുന്നത്, നെക്സ്റ്റ് RPWD വന്നപ്പോൾ എത്ര വൈകല്യങ്ങളാണ് കൂട്ടിച്ചേർത്തത്, നമുക്ക് 7, ആദ്യം 7 പിന്നെ 14 അല്ലേ. അപ്പം അങ്ങനെ കൂട്ടിച്ചേർത്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് ഇവിടെ പഠിച്ചു വയ്ക്കണം, ഏതൊക്കെ വൈകല്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നതെന്ന്. നെക്സ്റ്റ് കുട്ടിയും അറിവ് നിർമ്മാണവും എന്ന് പറയുന്ന ഒരു പോർഷനും. നെക്സ്റ്റ് പഠന രീതികൾ. ഇതൊക്കെ നമുക്ക് എന്താണ് ഒരു പെഡഗോജി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഇവിടെ കയറി വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ അല്ലെ. വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പല പ്രൊജക്ട്സുകളും കാര്യങ്ങളും പഠിക്കണം. നെക്സ്റ്റ് കേരള പാഠ്യപദ്ധതി സമീപന രേഖ അല്ലെ. കേരള പാഠ്യപദ്ധതി, അതായത് KCF എന്ന് പറയും അല്ലെ. KCF, കേരള കരിക്കുലം ഫ്രെയിംവർക്ക്. നെക്സ്റ്റ് NCF പഠിക്കണം, KCF നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ പഠിക്കണം. ഇനി കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം പഠിക്കണം. അതായത് വിദ്യാഭ്യാസത്തിൽ ഇന്നേ വരെയുള്ള, അതായത് നമുക്ക് ബിഫോർ ഇൻഡിപെൻഡന്റ്, ആഫ്റ്റർ ഇൻഡിപെൻഡന്റ്, നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്ന കുറെ ഭരണമാറ്റങ്ങളും കുറേ അധികം മാറ്റങ്ങളും കാര്യങ്ങളുണ്ട് അല്ലെ. കുറെ സംവരണങ്ങൾ വന്നു, അതല്ലാതെ കുറെ പാഠ്യപദ്ധതിയിൽ വ്യത്യാസങ്ങൾ വന്നു, പഠന രീതികളിൽ വ്യത്യാസം വന്നു, അങ്ങനെ കുറെ ഭരണ സംവിധാനങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇന്ന് വരെയുള്ള ഒരു ഭരണമാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം. ഇനി നെക്സ്റ്റ് വിദ്യാഭ്യാസ ഏജൻസികൾ ഏതൊക്കെ, പ്രധാനമായിട്ട് നമുക്ക് ഓൾ ഓവർ വരുന്ന വിദ്യാഭ്യാസ ഏജൻസികൾ ഏതെല്ലാം, ഇന്ത്യയിലായാലും ദേശീയ തലത്തിലായാലും നമുക്ക് മെയിനായിട്ട് വരുന്ന കേരളത്തിന്റെ ബേസ് ചെയ്തിലായാലും വരുന്ന വിദ്യാഭ്യാസ ഏജൻസികൾ ഏതെല്ലാം.
ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വിദ്യാഭ്യാസ കമ്മീഷൻ. വിദ്യാഭ്യാസ കമ്മീഷൻ പഠിക്കുമ്പോൾ ആഫ്റ്റർ ഇൻഡിപെൻഡന്റ് ബിഫോർ ഇൻഡിപെൻഡന്റ് പഠിക്കണം. നമുക്ക് ഫോർ എക്സാമ്പിൾ യശ്പാൽ കമ്മിറ്റി, രാധാകൃഷ്ണ കമ്മീഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ കയറി വരും. അതെല്ലാം ഇവിടെ പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നന്നായിട്ട് നോട്ട് ചെയ്ത് പോകണം. അപ്പോൾ ഇനി ദെൻ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ, ഇത് എവിടെ നിന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് എവിടെ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും? അതായത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് DLED ടെക്സ്റ്റ് ആണ്. DLED ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ ഏറെക്കുറെ നമുക്ക് ഈ സിലബസ് ബേസ് ചെയ്തിട്ട് ഒരു 80% നമുക്ക് ആ ഒരു DLED ടെക്സ്റ്റ് നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിക്കോളാം, DLED ടെസ്റ്റിൽ സെമസ്റ്റർ 1 അതായത് നമുക്ക് പേപ്പർ 101 അവിടെ വരുന്നത്. അപ്പൊ ഇവിടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം സിദ്ധാന്തവും പ്രയോഗവും എന്നുള്ളതാണ്. അപ്പൊ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങളും പ്രയോഗങ്ങളും കാര്യങ്ങളും അവിടെ പഠിക്കണം. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് 1 വിദ്യാഭ്യാസ മനഃശാസ്ത്രം കാഴ്ചപ്പാടും പ്രയോഗവും എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് 2 നമ്മൾ ശിശുവികാസം പഠിക്കും. അപ്പൊ ശിശുവികാസം പഠിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതുകൂടാതെ ഡെവലപ്മെന്റൽ തിയറീസുകൾ എല്ലാം തന്നെ ഈ ഒരു യൂണിറ്റ് 2 കയറി വരും. യൂണിറ്റ് 2 വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ദെൻ നെക്സ്റ്റ് വ്യക്തിത്വം, പേഴ്സണാലിറ്റിയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് 3 ആണ് അവിടെ വരുന്നത്, വ്യക്തിത്വം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സെമസ്റ്റർ 1 പേപ്പർ 102 എന്നുള്ളത് അവിടെ വിദ്യാഭ്യാസത്തിന്റെ ദാർശനികവും സാമൂഹികവും ചരിത്രപരമായിട്ടുള്ള അടിത്തറ. അതാണ് നമുക്ക് സെമസ്റ്റർ 1 ആ ഒരു ടെക്സ്റ്റിന്റെ പേര് 102. ഇവിടെ നമ്മൾ എന്താണ് യൂണിറ്റിൽ 1 വിദ്യാഭ്യാസത്തിന്റെ വളർച്ച, അതിന്റെ വികാസം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സെമസ്റ്റർ 1 തന്നെയുള്ള പേപ്പർ 102 എന്നുള്ളത്. ഇവിടെ നോക്കി, വിദ്യാഭ്യാസത്തിന്റെ ദാർശനികവും സാമൂഹികവും ചരിത്രപരവുമായിട്ടുള്ള അടിത്തറ അല്ലെ. യൂണിറ്റ് 1 അതാണ് ആ ഒരു ടെക്സ്റ്റിന്റെ പേര് എന്ന് പറയുന്നത്. യൂണിറ്റ് 1 വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയും വികാസവും, ഇന്ന് വരെയുള്ള വിദ്യാഭ്യാസത്തിന്റെ വളർച്ച എങ്ങനെയാണ്, വികാസം എങ്ങനെയാണ്. പിന്നെ അതുകൂടാതെ യൂണിറ്റ് 2 കേരള വിദ്യാഭ്യാസം വളർച്ചയും വികാസം, കേരള വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയും വികാസവുമാണ് അവിടെ നോക്കുന്നത്. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് 3 എന്താണ്, വിദ്യാഭ്യാസ ദർശനങ്ങൾ അല്ലെ. വിദ്യാഭ്യാസ ദർശനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ പ്രാഗ്മാറ്റിസം, ഐഡിയലിസം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ദർശനങ്ങൾ, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ വരും. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് 3 വരുമ്പോൾ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും കാര്യങ്ങളും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 4. ഇനി ദെൻ നെക്സ്റ്റ് അതിലെ പേപ്പർ 102 എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ദാർശനികവും സാമൂഹികവും ചരിത്രപരമായിട്ടുള്ള അടിത്തറ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സെമസ്റ്റർ 2 പേപ്പർ 201 കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠനവും പഠന പ്രക്രിയയും, അപ്പൊ ലേണിംഗുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അതായത് ലേണിംഗ് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതായത് മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ പഠനം എന്താണ് എന്നുള്ളത് അവിടെ പഠിക്കണം. ലേണിംഗ് എന്താണ്, ലേണിംഗ് കർവുകൾ എന്താണ്, അതുകൂടാതെ പഠനത്തെ സ്വാധീനിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് മാർഗദർശനവും ഉപബോധവും എന്ന് പറയുന്ന കാര്യം. മാർഗദർശനവും ഉപബോധം ഇത് നമുക്ക് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആണ്. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പൊ ഇവിടെ പഠനം നമ്മൾ യൂണിറ്റ് 1 പഠനം കണ്ടപ്പോൾ പഠനം എന്നുള്ളത് സിമ്പിൾ ആണെന്ന് ഓർത്ത് വെക്കേണ്ട. പഠനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ തിയറീസുകളും അവിടെ പഠിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ബിഹേവിയറിസം അതായത് വ്യവഹാരവാദത്തിൽ വരുന്ന കുറെ തിയറീസ് ഉണ്ട്. നമുക്ക് ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ അവിടെ പറഞ്ഞു അല്ലെ, തോണ്ടേക്കിന്റെ തിയറി, പാവ്ലോവിന്റെ തിയറി, സ്കിന്നറിന്റെ തിയറി, ഇതെല്ലാം അവിടെ പഠിച്ചു വെക്കണം. ദെൻ നെക്സ്റ്റ് ഗെസ്റ്റാൾട്ട് തിയറി, അതുകൂടാതെ നമുക്ക് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, അതുകൂടാതെ നമുക്ക് പിയാഷയുടെ തിയറി, അങ്ങനെ കുറെ തിയറീസുകൾ അതിൽ നമുക്ക് കയറി വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവിടെ പഠിച്ചു പോകണം. ഇത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല ഈ പഠനം എന്ന് പറയുന്നത്. ഒട്ടനവധി തിയറീസുകളും കാര്യങ്ങളും അവിടെ പഠിക്കണം. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് 3 മാർഗദർശനവും ഉപബോധവും ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടി നമുക്ക് അവിടെ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം, സെമസ്റ്റർ 3 ആണ് പേപ്പർ വരുന്നത് 302. ഇവിടെ നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന PWD ആക്ടുകള്, അതുകൂടാതെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നിയമങ്ങള്, കാര്യങ്ങള്, പിന്നെ അതുകൂടാതെ ആ ഇതിൽ വരുന്ന കുറെ അസുഖങ്ങളുണ്ട് അല്ലെ. അതായത് ഇന്ന ഭിന്നശേഷിയുള്ളവര്, ശേഷി കുറവുള്ളവരെയാണ് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ഇത്ര ശേഷികൾ പറയുന്നുണ്ട്, ഇത്ര ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുടെ ഇത് പറയുന്നുണ്ട്, ഇത്ര പെർസെൻറ്റേജ് ആണ് ഉള്ളവരെയാണ് കോമൺ ആയിട്ടുള്ള സ്കൂളിൽ ചേർക്കുക എന്നുള്ള കാര്യം അടക്കം നമ്മൾ അവിടെ പഠിക്കണം. അപ്പോൾ ദെൻ നെക്സ്റ്റ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവുമാണ് ദെൻ നെക്സ്റ്റ് അതിന്റെ യൂണിറ്റ് 1 അല്ലെ, യൂണിറ്റ് 1 വരുന്നത്. അതുകൂടാതെ യൂണിറ്റ് 2 നോക്കിക്കേ, ഉൾച്ചേർന്ന വിദ്യാഭ്യാസവും പാഠ്യപദ്ധതി വിനിമയവും അതിന്റെ അനുരൂപീകരണം. അപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ കോമൺ ആ ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ സ്കൂൾ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ നമുക്ക് അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. അതായത് ഭിന്നശേഷി സൗഹാർദ്ദം അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെ കൂടി അഫോർഡബിൾ ചെയ്യാവുന്ന രീതിയിലുള്ള ആ ഒരു സിസ്റ്റമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഘടന എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് അടക്കം നമ്മൾ അവിടെ പഠിച്ചു പോകണം. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളുക, അതിന്റെ തന്നെ യൂണിറ്റ് 3 ഭിന്നശേഷിയുള്ളവരെ തിരിച്ചറിയലും വിലയിരുത്തലും പ്രാരംഭ ധാരണകൾ.
ആ ഒരു പോയിന്റ് അവിടെ പഠിക്കണം യൂണിറ്റിൽ. ദെൻ നെക്സ്റ്റ് യൂണിറ്റിൽ 4 നോക്കുകയാണെങ്കിൽ വിദ്യാലയ സംഘാടനവും മാനേജ്മെന്റും, വിദ്യാലയത്തിന്റെ ആ ഒരു സംഘാടനം, മാനേജ്മെന്റ് പ്രത്യേകത, അതിന്റെ ഘടന ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് യൂണിറ്റ് 5 വിദ്യാലയ പിന്തുണ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് രക്ഷാകർതൃ വിദ്യാഭ്യാസം, അതുകൂടാതെ ലിംഗസമത്വ വിദ്യാഭ്യാസം, അതും യൂണിറ്റ് 7 അവിടെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് DLED ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 80% നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫുള്ളും അതിൽ നിന്നാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അല്ലാതെയും നമുക്ക് എന്താണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ അവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് നമ്മൾ ഈ DLED ടെക്സ്റ്റ് നമുക്ക് ഒപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് LPUPയുടെ പുതിയൊരു ബാച്ച് നമുക്കിവിടെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളും അത് മെന്റർഷിപ്പ് പ്രോഗ്രാംസുകളും എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക 8589083568 എന്ന് പറയുന്ന നമ്പറിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.